കാസർഗോഡ് കേരളത്തിന്റെ സോളാർ ഹബ്ബാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചീമേനി പെർദാല എസ്റ്റേറ്റുകളിലെ സോളാർ വൈദ്യുത നിലയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് കേരളത്തിന്റെ സോളാർ ഹബ്ബാകാൻ സാധ്യതയുള്ള പ്രദേശമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചീമേനി പെർദാല എസ്റ്റേറ്റുകളിലെ സോളാർ വൈദ്യുത നിലയങ്ങളുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ചീമേനി പഞ്ചായത്ത് ഗ്രൌണ്ടിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാസർഗോഡ് ജില്ലയിൽ നിലവിൽ പൈവലികയിലും അമ്പലത്തറയിലും കരിന്തളത്തും സോളാർ പാർക്കുകളുണ്ട്. ചീമേനിയിലും പെർഡാലയിലും കൂടി സൌരോർജ്ജ വൈദ്യുത നിലയം വരുന്നതോടെ കാസർഗോഡ് കേരളത്തിന്റെ സോളാർ ഹബ്ബായി മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 100% പുനരുപയോഗ ഊർജം ഉപയോഗിക്കുന്ന സംസ്ഥാനമായി മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇതിനായി നടപ്പാക്കിയ ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതികൾ അതിവേഗം പൂർത്തിയാക്കി വരികയാണ്. ഇപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു ഗ്രീൻ കേരളം കെട്ടിപ്പടുക്കാനാണ് നാം തയ്യാറെടുക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് പാഴാക്കാതെ ഉപയോഗിക്കുക എന്നത്. ഊർജ സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമയായി കാണുന്നു. ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതികൾ എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പ്രകൃതി സൗഹൃദ സംവിധാനം എന്നതിന് പുറമെ നിക്ഷേപം കുറവും ലാഭം കൂടുതലുമുള്ള പദ്ധതിയാണിത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിലും പെർദാല എസ്റ്റേറ്റിലുമായി ലഭ്യമായ 300 ഏക്കറിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനും തയ്യാറുള്ള കമ്പനികളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുകയും ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നേച്ചർ ഡ്യൂ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇതിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഈ എസ്റ്റേറ്റുകളിൽ ബാറ്ററി സ്റ്റോറേജോടുകൂടിയ 110 മെഗാവാട്ട് സോളാർ നിലയം സ്ഥാപിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നതെന്നും ചീമേനി എസ്റ്റേറ്റിൽ 80 മെഗാവാട്ട് നിലയവും പെർഡാല എസ്റ്റേറ്റിൽ 30 മെഗാവാട്ട് നിലയവുമാണ് വിഭാവനം ചെയ്യുന്നത്. ബാറ്ററി സ്റ്റോറേജ് കൂടി ഉൾപ്പെടുത്തി പീക്ക് സമയങ്ങളിൽ 4 മുതൽ 8 മണിക്കൂർ വരെ വൈദ്യുതി ലഭ്യമാക്കുന്ന നിലയിലാണ് പദ്ധതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കൻ മലബാറിന്റെ വികസന കുതിപ്പിന് ഊർജ്ജം പകരും. 2027 മെയ് മാസത്തോടെ പദ്ധതി പൂർത്തീകരിച്ച് ഉൽപാദനം തുടങ്ങാൻ കഴിയും. ചീമേനി എസ്റ്റേറ്റിൽ നിന്നും 125 മില്യൺ യൂണിറ്റും പെർഡാലയിൽ നിന്നും 47 മില്യൺ യൂണിറ്റും വൈദ്യുതി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ DPR പ്രവർത്തനത്തിൽ നടന്നുവരികയാണ്. നിലയങ്ങളുടെ നിർമ്മാണത്തിന് ഏകദേശം 500 കോടിയോളം രൂപയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വൈദ്യുതി KSEBക്ക് ലഭ്യമാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSEBക്ക് ആവശ്യമായി വരുന്നില്ലെങ്കിൽ ഗ്രീൻ പവർ ആവശ്യമുള്ള സ്ഥാപനങ്ങളുമായി ധാരണയുണ്ടാക്കിയും പദ്ധതി പ്രവർത്തിപ്പിക്കാൻ കഴിയും. കേരളത്തിന്റെ വൈദ്യുതി വികസനത്തിൽ ചീമേനി പെർഡാല സൌരോർജ്ജ വൈദ്യുത നിലയങ്ങൾ പ്രധാന പങ്കുവഹിക്കും. പദ്ധതിയുടെ നിർമ്മാണ സമയത്ത് പ്രത്യക്ഷത്തിൽ 5 ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങളും പദ്ധതിയുമായി ബന്ധപ്പെട്ട് 60 സ്ഥിരം ജോലികളും ഉണ്ടാകുമെന്നും ഹരിതോർജ്ജം എന്ന നിലയ്ക്ക് പദ്ധതി കാലയളവിൽ മൊത്തത്തിൽ 35 ലക്ഷം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം കുറയ്ക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MPV ജാനകി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.